ഞാൻ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, എവിടെ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ് അതായത് മറ്റേ ജ്യൂസിൻ്റെ ഷോപ്പില്ലേ, അതിലാണ് ഫസ്റ്റ് വർക്ക് ചെയ്യാൻ പോയത്. ഷെയ്ക്കൊക്കെ അടിക്കില്ലേ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പലർക്കടയിൽ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഗേളായിട്ട് പോയി. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു തുണിക്കടയിൽ സ്റ്റാഫായിട്ട് പോണത്. അതൊരു 6 മാസം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒബ്രോമാളിൽ ഇതേപോലെ ഷോപ്പിൽ അവിടെ എനിക്ക് പത്രത്തിൽ കണ്ടിട്ട് അവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ പോണേണ്. ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായി. അതിൽ MBA പഠിച്ച പിള്ളേർ, BCom പഠിച്ച കുറേ പിള്ളേർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആകെ ഉള്ളത് 6 മാസത്തെ എക്സ്പീരിയൻസും വെച്ചാണ് അവിടെ പോണത്. പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ വിളിച്ച് അവിടെ സ്റ്റാഫായിട്ട് വന്നു. അപ്പോഴും ആലോചിക്കണേണ് എങ്ങനെ വരും എന്നറിയില്ല. കാരണം നമ്മളുടേത് ഏലൂർ ഒരു കുഗ്രാമത്തിലാണ് വീട് കിടക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒബ്രോമാളിൽ 2 ബസ് മാറിക്കയറണം. അപ്പം എങ്ങനെ അവിടെ എത്തും എന്നറിയില്ല. 7-7:30 വരെ അവിടെ നിൽക്കണം. 7 മണി വരെ മിനിമെങ്കിലും നമ്മളവിടെ വർക്ക് ചെയ്യണം. എന്നാലാണ് സ്റ്റാഫായിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ. 3 കുഞ്ഞു മക്കളുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നെ ഇൻ്റർവ്യൂ വിളിച്ചതിന് പിന്നെ അത്രയും പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്കും 2 ആൺപിള്ളേർക്കുമാണ് അവിടെ സ്റ്റാഫായിട്ട് കിട്ടിയത്. അപ്പം എങ്ങനെ വരണം എന്നറിയില്ല സാറേ, അതുകൊണ്ട് ഞാൻ ആ ഇതിന് വരുന്നില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ്, നീ എല്ലാവർക്കും കിട്ടണതല്ലല്ലോ ജോലി, അത്രയും പേര് ഇഷ്ടം പോലെ ആളുകളുണ്ടായി. ഒബ്രോമാൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആണ് അവിടെ. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഒക്കെ പിള്ളേരെല്ലാവരും 3 വയസ്സ് 5 വയസ്സൊക്കെ അല്ലേ, എങ്ങനെ നമ്മൾ പോകും? അപ്പം ഞാൻ വിളിക്കാൻ വരാം. അപ്പം നമുക്കൊരു പണയത്തിനടുത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ശരിയെന്നാ ഞാൻ വിളിച്ച് പറയാം. ആദ്യം വേണ്ടാന്ന് പറഞ്ഞ്, പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു, എന്നാൽ സാർ ഞാൻ വരാം, വന്നിട്ട് നോക്കാം. അങ്ങനെ അവിടെ കയറി 4 വർഷം അത് അവിടെ നിന്നു.